ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എന്താണ് ഇതിനൊക്കെ നമ്മൾ പറയുക? കല്യാണത്തിന് ശേഷവും അവിഹിതത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങൾ ചതിക്കുകയാണ്, വഞ്ചിക്കുകയാണ്. ഇതിലും വലിയ ഒരു വഞ്ചന നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങൾ കൊടുക്കാനില്ല ഗൈസ്. അതുകൊണ്ട് ഒരിക്കലും കല്യാണത്തിന് ശേഷം മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോകരുത്. കുടുംബ ബന്ധം തകർന്നു പോകും. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ വീഡിയോ സെക്യൂരിറ്റി ജീവനക്കാരനായിട്ടുള്ള ഭർത്താവിനെ ഭാര്യ വഞ്ചിക്കുക. ജോലിക്ക് പോയ സമയത്ത് കാമുകനെ വീട്ടിൽ വിളിക്കുന്നു, സമയം ചെലവഴിക്കുന്നു. പക്ഷേ ഒരു നാൾ പിടിയിലാകുമെന്ന് പറഞ്ഞതുപോലെ തന്നെ രണ്ടുപേരെയും ഭർത്താവ് കൈയോടെ പിടിച്ചു. നമുക്ക് വീഡിയോ കാണാം. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക, പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊന്ന് കണ്ടുനോക്കാം. നിങ്ങൾ നോക്കുക, ഭർത്താവ് രാവിലെ ജോലിക്ക് പോകുന്ന ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത്. എന്ത് ചെയ്തു? ജോലിക്ക് പോയി. ഭാര്യ അത് ഉറപ്പിച്ചു. ഡോറ് ലോക്ക് ചെയ്തിട്ടില്ല, ജസ്റ്റ് ക്ലോസ് ചെയ്തു. ഭാര്യ കിച്ചണിലേക്ക് പോയി. അടുക്കളയിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഭർത്താവിന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയതാണ്. ക്ലീനിങ് പരിപാടികൾ ഉണ്ടാകും. അടുക്കളയിൽ പോയ സമയത്ത് നിങ്ങൾ നോക്കുക, ഭർത്താവ് കൊടുത്ത 8ന്റെ പണിയാണ്. ഇവന്മാരുടെ കളികൾ ഇന്നത്തോട് അവസാനിച്ചു. കാരണം ഭർത്താവ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അകത്തേക്ക് തന്നെ കയറി അവിടെ വിളിച്ചു. എന്തിനാണ് വിളിച്ചത് എന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാവും. നോക്കുക, ഒരു അരമണിക്കൂർ വീഡിയോ ഒരുപാട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഭാര്യ കിച്ചൺ പണികളൊക്കെ നിർത്തിവെച്ചു. കിച്ചൺ പണികളൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്തു. തിരിച്ച് ഹാളിലേക്ക് പോകും. എനിക്കൊന്ന് അവർ വാടകയ്ക്ക് താമസിക്കുന്നതെന്ന് തോന്നുന്നു, വ്യക്തമായിട്ട് അറിയില്ല. ആ ബെഡിൽ ഇരുന്നിട്ട് വിളിച്ചു. ഫോണ് വിളിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വിളിച്ചത് കാമുകനെയാണ്, മറ്റാരെയുമല്ല. എന്തൊരാവേശമാണ്! ചെയ്യുന്ന തെറ്റ് എത്രത്തോളം വലിയതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇന്നത്തോടെ ആ ഒരു ഭാര്യയുടെ ജീവിതം തകർന്നു പോയി. ഇമാതിരി നാറിയ പരിപാടിക്ക് പോയിട്ടാണ്. പോകാതിരിക്കുക. നോക്കാം, അവർ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുകയാണ്. എന്താ സംസാരിക്കുന്നത് വ്യക്തമല്ല. പക്ഷേ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, തൊട്ട് താഴെ ഭർത്താവ് ഇതെല്ലാം കേൾക്കുകയാണ്. അയാളുടെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ ചിന്തിക്കുക. സ്വന്തം ഭർത്താവിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഭാര്യയും കാമുകനും സംസാരിക്കുന്നത് ആ ഭർത്താവിന് കേൾക്കേണ്ടി വരുന്നതും അത് അംഗീകരിക്കേണ്ടി വരുന്നതുമായിട്ടൊരു അവസ്ഥ ഉണ്ടല്ലോ. വല്ലാത്തൊരവസ്ഥയാണ്. നോക്കാം, സഹിക്കാൻ വയ്യാതെ ഭർത്താവ് പുറത്തേക്ക് വന്നു, പിടിച്ചു. കാമുകനി ഇറങ്ങി ഓടി. അയാൾ പിന്നെ അതിനെ ചെയ്യാനുള്ളൂ. അയാൾക്ക് മുന്നും പിന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയാൾക്ക് ഇനിയും ജീവിതം ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഇവളുടെ ജീവിതം അവിടെ പോകും. നല്ലൊരു കുടുംബമൊന്നും അവിടെ തകരുക. മാപ്പും കോപ്പൊക്കെ പറഞ്ഞ് കുറച്ച് സിമ്പത്തിക്ക് കാണിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് അംഗീകരിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നട്ടലുള്ള ഭർത്താവ്, നട്ടലുള്ള ആൺകുട്ടി അന്നേരം തന്നെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്തിറങ്ങി നിന്റെ വീട്ടിലേക്ക് പോയിക്കൊന്നുണ്ട്. സാധനങ്ങൾ എടുക്കാൻ പോലുള്ള സമയം കൊടുത്തില്ല. അതാണ്. എന്തായാലും ആരെയും, ഭർത്താവ് ഭാര്യയോടാണെങ്കിലും ഭാര്യ ഭർത്താവിനോടാണെങ്കിലും വിശ്വാസം വഞ്ചന എന്ന് പറയുന്ന ഒരു സാധനം കാണിക്കാതിരിക്കുക. ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ വരിക. ബൈ.